ഹായ് ഹലോ. മഴ തോരും മുൻപേ എന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു തകർപ്പൻ എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീന സ്റ്റാലിൻ ജോസഫിന്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം മനുവിന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അവളെ കാണാൻ കഴിയുന്നില്ല, അവളോട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒന്നും പങ്കിടാൻ പറ്റുന്നില്ല. അതൊക്കെ മനുവിനെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മനു അവസാനം അലീനയെ കാണാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും തന്റെ അലീനയെ തനിക്ക് തന്നെ കിട്ടണമെന്ന് മനു വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അലീനയെ കാണാൻ വേണ്ടിയിട്ട് മനു സ്റ്റാലിൻ ജോസഫിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മനുവിന് ഭയങ്കര ടെൻഷനുണ്ട്. ഇനി അലീന തന്നെ സ്നേഹിക്കുമോ ഇല്ലയോ, പഴയതുപോലെ ഒന്നും ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ നമ്മളെ മനുവിനുണ്ട്. അങ്ങനെ മനു അവിടെ ചെന്നപ്പോൾ സ്റ്റാലിൻ ജോസഫ് അവിടെയുണ്ട്. അലീന പറഞ്ഞു വെച്ചത് നോക്കുകയാണെങ്കിൽ ഇത് മനു തന്നെ ആവാനാണ് ചാൻസ് എന്ന് സ്റ്റാലിൻ ജോസഫും വിചാരിക്കുന്നുണ്ട്. സ്റ്റാലിൻ ജോസഫിനെ കണ്ട ഉടനെ മനു ചോദിക്കുന്നുണ്ട്, എന്താ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെ മനസ്സിലായോ എന്നും ചോദിക്കുന്നുണ്ട്. ആ, എനിക്ക് മനസ്സിലായി. അലീന പറഞ്ഞ സാദൃശ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മനു അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അലീന വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാലിനെ കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഈ സന്തോഷം സ്റ്റാലിനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായോ പപ്പയ്ക്ക് ഇതാരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ടോ. ആ, എനിക്ക് മനസ്സിലായി, നീ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മനു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ, പപ്പയ്ക്ക് മനുവേട്ടനെ മനസ്സിലായില്ലേ എന്ന് അലീനയും പറയുന്നുണ്ട്. പപ്പ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് മനു. അന്ന് ഓർഫനേജിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് കുഞ്ഞിരാമൻ അങ്കിളിന്റെ കൂടെ വന്നത് മനു ആണ്. എന്റെ സന്തോഷത്തിലും സങ്കടത്തിലൊക്കെ മനു എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ സ്റ്റാലിന്റെ അടുത്ത് നമ്മൾ അലീന ഇങ്ങനെ പറയുന്നുണ്ട്. അന്ന് എന്നെ ഒത്തിരി പേര് ദ്രോഹിക്കാനുണ്ടായിരുന്നു. അമ്മയടക്കം, അമ്മയുടെ സഹോദരന്മാരെ ഞാൻ ആരാണെന്ന് പോലും അറിയാതെ. ആ സമയത്തൊക്കെ എന്നെ രക്ഷിച്ചതൊക്കെ മനുവേട്ടനാണ്. മനുവിനെ കുറിച്ച് അലീന ഇങ്ങനെയൊക്കെ പറയുന്നത് സ്റ്റാലിൻ അത്ര പിടിച്ചിട്ടൊന്നുമില്ല. കാരണം ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്റെ മകൾ വിവാഹം കഴിക്കരുത് എന്ന് സ്റ്റാലിൻ വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റാലിൻ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ചിരിക്കും, മനു ഇപ്പൊ പോവുക അതോ കുറച്ച് കഴിഞ്ഞിട്ടാണോ പോവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മനുവിന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. കാരണം താനും അലീനയും തമ്മിലുള്ള ബന്ധം സ്റ്റാലിന് ഇഷ്ടപ്പെടുന്നില്ലേ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ നമ്മളെ മനുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോ പോകുന്ന സ്റ്റാലിന്റെ അടുത്ത് മനു പറയുന്നുണ്ട് കേട്ടോ. ആ, എനിക്കൊന്ന് പുറത്തേക്ക് പോകണമെന്ന് സ്റ്റാലിനും പറയുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പണിക്കാരന്റെ അടുത്ത് സ്റ്റാലിൻ പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട്, അവിടെ ഒരാളുണ്ട് അലീനയുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അവര് തമ്മിൽ കൂടുതൽ അടുക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അതെന്താ കാര്യം, എന്താ പ്രശ്നം എന്നൊക്കെ അയാളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് എന്റെ മകൾക്ക് വിവാഹാലോചന വേണ്ട, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ മകളെ വലിയൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാലിൻ പുറത്തേക്ക് പോയി. ആ സമയത്ത് അലീനയും മനുവും കൂടി നല്ല വിശേഷം പറച്ചിലൊക്കെയാണ് കേട്ടോ. മനുവേട്ട എന്താ അവിടുത്തെ വിശേഷം, എല്ലാവർക്കും സുഖമല്ല, അമ്മയുടെ പാടെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ നിന്റെ അമ്മയല്ലേ, കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ നിന്റെ സഹോദരനും പെങ്ങളും ഒക്കെ നീ പറഞ്ഞ വഴിയല്ലേ നടക്കുള്ളൂ. അവര് ഒരടിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. ഇതിലൊക്കെ വൈജാന്റിക്ക് നല്ല ദേഷ്യമുണ്ട്. അതിനും നിനക്ക് തന്നെയാണ് പഴി. നീ ഓരോന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ കുത്തി നിറച്ചതല്ലേ അമ്മയുടെ സ്വഭാവത്തെ പറ്റി. അതുകൊണ്ടാണ് അമ്മയെ കണ്ടുകൂടാതായത്. ആ, എന്തായാലും അവരുടെ സ്വഭാവമല്ലേ, അവരെന്തെങ്കിലും കാണിക്കട്ടെ. മനുവേട്ട അവിടെ വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, ആരും ഇതൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. ഏയ്, വേറെ ആർക്കും ഒന്നും അറിയില്ല, ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. രോഹിത് ബാലചന്ദ്രൻ അങ്കിളിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. രജന്ത് ആന്റി എന്തോ വിഷം കുത്തി നിറച്ചിട്ടാ അവൻ അങ്ങനെ ചോദിച്ചത്, അച്ഛൻ എവിടേക്കാ പോകുന്നത്, ആരെ കാണാൻ പോകുന്നത് എന്നൊക്കെ. പക്ഷെ കൂടുതലായിട്ടൊന്നും ബാലചന്ദ്രൻ അങ്കിൾ പറഞ്ഞിട്ടില്ല. പക്ഷേ കൂടുതലായിട്ട് അവൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവൻ രോഹിത്തിനോട് പറയും. ബബിത ഇപ്പൊ ഒന്നും അറിഞ്ഞിട്ടില്ല, അറിയണ്ട, ഇപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ എന്തായാലും സമയം കിട്ടുമ്പോൾ അവരെ വന്ന് കണ്ടോളാം മനുവേട്ടാ. അതൊന്നും കുഴപ്പമില്ല, നീ സമയം കിട്ടുമ്പോൾ വന്ന് കണ്ടാ മതി. എന്നാ ശരി, ഞാൻ പോവട്ടെ എന്നൊക്കെ പറഞ്ഞ് മനു ഇവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ മനുവിന്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട്. അലീനയ്ക്കും ഭയങ്കര വിഷമമുണ്ട്, മനുവിനെ പിരിയുന്നതിലും മനുവിനെ അലീനയെ പിരിയുന്നതിലും. മനുവിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റാലിൻ അങ്കിള് അവരുടെ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അലീനയെ വേറെ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നൊക്കെ മനുവിന്റെ മനസ്സിൽ നന്നായിട്ട് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് മനു വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയ മനുവിനെ കാണുന്നുണ്ട് അമ്മ. കമലയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ദേഷ്യമൊക്കെ കമല പ്രകടിപ്പിക്കുന്നുണ്ട്, ഉറക്കെ നിലവിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. നീ എങ്ങോട്ടാണ് പോയത്, ആരെ കാണാനാണ് പോയത്, ആ അഴിഞ്ഞാട്ടക്കാരിയെ കാണാൻ വേണ്ടിയിട്ടാണോ പോയത്, ആ വീട്ടുവേലക്കാരിയെ, അവൾ ആരാന്ന് നീ വിചാരിച്ചത്, അവൾ എന്ത് കൈവശമാണ് നിനക്ക് തന്നിരിക്കുന്നത്, അവൾ ആരൊക്കെ വീഴ്ത്തിയിട്ടുണ്ട്, ഒന്ന് ബാലചന്ദ്രൻ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കമല ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഒരു വീട്ടുവേലക്കാരിയല്ലേ ഒന്നുമില്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് മനുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അമ്മ എന്തിനാ അവൾ വീട്ടുവേലക്കാരി വേലക്കാരി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൾ ഒരു വേലക്കാരിയുമല്ല, അനാഥയുമല്ല, അവൾക്ക് എല്ലാവരും ഉണ്ട്.
ഓ, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാൽ നീ അങ്ങ് അവളെ ഏറ്റെടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ, എനിക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അത് അമ്മയുടെ സമ്മതമൊന്നും വേണ്ട. അങ്ങനെ ഒരാളെ പോറ്റാനുള്ള നിവർത്തിയൊക്കെ എനിക്കിപ്പോൾ ഉണ്ട്. എന്തായാലും അവളെന്തായാലും വീട്ടുവേലക്കാരിയൊന്നല്ല. അമ്മ അവിടെ പോയിന്ന് നോക്ക്, അവൾ എങ്ങനെ എത്ര ആർഭാടത്തിലാണ് ജീവിക്കുന്നതെന്ന്. അവളുടെ കാല് കഴുകിയ വെള്ളം നിങ്ങൾ കുടിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഓ, അവിടെ ചെന്ന് അവൾ അയാളെയും മയക്കിയെടുത്തോന്നാണ് അപ്പോൾ കമല ചോദിക്കുന്നത്. അമ്മയ്ക്ക് ഒന്നും അറിയാഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അമ്മയ്ക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മളെ കമലയ്ക്ക് ഓരോന്ന് സംശയമായി, ഭയങ്കര ദേഷ്യം കൂടുതലായി. അങ്ങനെ ആ ദേഷ്യം വെച്ചിട്ടാണ് സൗദാമിനി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. എന്താ കമലെ, നിന്റെ മുഖത്ത് കടന്നൽ കുത്തിയോ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഓ, അതൊന്നും പറയണ്ടായേ. നിങ്ങളുടെ ഭർത്താവ് ഒരു വേലക്കാരി പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നല്ലോ, അവളിപ്പോ ബാലചന്ദ്രനെയും മയക്കി, ഇപ്പൊ എന്റെ മകനെയും മയക്കി. അവള് മയക്കിയതാണോ അല്ലെങ്കിൽ അവൻ മയക്കിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവള് കയ്യും കലാശവും കാണിച്ചിട്ടാണ് അവനെ മയക്കിയത്, അതുപോലെ തന്നെയാണല്ലോ ബാലചന്ദ്രനെ. ഞാൻ എന്തായാലും ഇതിന് സമ്മതിക്കില്ല. ഒരു വേലക്കാരി പെണ്ണ്, പോരാത്തതിന് ഒരു അനാഥയുമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഭർത്താവ് എന്തിനാ ഇങ്ങനെ ഒരു പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് സൗദാമിനിക്ക്. ഇപ്പൊ മരിച്ചുപോയ ഒരാളെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഓ, ഞാനൊന്നും പറയുന്നില്ലായേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ബാലചന്ദ്രനോടും പറയുന്നുണ്ട്, എന്തിനാ ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് നടക്കുന്നത്? മനുവിനാണെങ്കിൽ അവളെ ജീവനാണ്, അവളെ എങ്ങാനും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പറയണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല, അവളൊരു അനാഥയാണ്, വേലക്കാരിയാണെന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. അവൻ കല്യാണം കഴിച്ചോട്ടെ, അവന്റെ മുറപ്പെണ്ണല്ലേ എന്ന് പറയുന്നുണ്ട്. ഏത് വകുപ്പിലാണ് അവൾ മുറപ്പെണ്ണാവുന്നത്? നീ എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പം അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കൃഷ്ണമോളും ബബിതയൊക്കെ മുറപ്പെണ്ണല്ലേ, അപ്പോൾ അവളും മുറപ്പെണ്ണാണെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും? ഇനി നിന്റെ മകളാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും അവൾ മുറപ്പെണ്ണാവാൻ പോകുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നീ ഇത് എന്ത് കണക്കാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ബാലചന്ദ്രന് ഒന്നും അറിയാത്ത പോലെയാണ് സംസാരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ബാലചന്ദ്രൻ പറയുന്നു, എനിക്ക് എല്ലാം അറിയാം. 22 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയും അതിന്റെ മുന്നേയുള്ള കെട്ടുകഥകളൊക്കെ എനിക്കറിയാം. ഇതൊക്കെ കേട്ടിട്ട് കമല പറയുന്നുണ്ട്, നീ എന്താ ബാലചന്ദ്ര ഓരോ പിച്ചും പിയും പറയുന്നത്? വെറുതെയല്ല വൈജ പറയുന്നത്, നീ എന്തൊക്കെയോ പിച്ചും പിയും പറയുന്നുണ്ടെന്ന്. പിച്ചും പിയൊക്കെ പറയുന്നതൊക്കെ വൈജ അറിയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ ഇതൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. കമലയാണെങ്കിൽ ചെറിയൊരു സംശയത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ പോയതിനു ശേഷം കമല ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പൊ ശരിക്കും അവൾ അനാഥയല്ലേ? ശരിക്കും അവൾ ഒരു വീട്ടുവേലക്കാരിയല്ലേ? എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് ശിവശങ്കറിന്റെ വീട്ടിലേക്ക് ഒരു പഴയ ഒരു വക്കീൽ വരുന്നുണ്ട്. ആള് കാണുന്നുണ്ട് ശിവശങ്കർ, അവർ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ആ വക്കീലിന്റെ കയ്യിൽ ഒരു ഫയലൊക്കെ ഉണ്ടായിരിക്കും. ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇത് കുഞ്ഞിരാമൻ അങ്കിൾ എന്നെ ഏൽപ്പിച്ചതാണ്, കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത് പറഞ്ഞാൽ മതി, ഇതിവിടെ തന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് സ്വത്തിനെ കുറിച്ചുള്ള ഒരു ഫയലായിരിക്കും കേട്ടോ. ആ, അച്ഛന് കുറച്ച് സ്വത്തും കൂടി ബാക്കിയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, അതൊന്നും ആരുടെ പേരിലും എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ആര് പറഞ്ഞ് ആരുടെ പേരിലും എഴുതി വെച്ചിട്ടില്ലാന്ന്? എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ പേരിലാണ് എഴുതി വെച്ചത്? എന്റെ പേരിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും പേരിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് അവസാനം പറയുന്നുണ്ട്, അലീനയുടെ പേരിലാണ് എഴുതി വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ശിവശങ്കറിന് ഭയങ്കര ദേഷ്യം വരും. പിന്നെ വിചാരിക്കും, അവൾ കുറെ അനുഭവിച്ചതല്ലേ, വൈജയന്തിയുടെ മകളല്ലേ, എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ആവട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അതും പറഞ്ഞു പോകും. പോയി കഴിഞ്ഞതിന് ശേഷം കമല ചോദിക്കുന്നുണ്ട്, ആരാ അത്, എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഞാൻ കേട്ടു, അലീനയുടെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ അവർ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് അച്ഛന്റെ കുറച്ച് സ്വത്ത് വിഹിതം ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. ആ, എന്നിട്ടിപ്പോ ആ സ്വത്ത് ഇപ്പൊ എന്തായി? അതൊക്കെ ഒരാളുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ടാണ് അച്ഛൻ പോയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആരുടെ പേരിലേക്കാ? നമ്മുടെ പേരിലേക്കാണോ ശിവേട്ടാന്ന് ചോദിക്കുന്നത്. ഓ, പിന്നെ ആരുടെ പേരിലേക്കാ? വൈജയുടെ പേരിലേക്കായിരിക്കും അല്ലേ? അത് ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഒരുപാട് സ്വത്ത് അച്ഛൻ അവരുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ഇതും അവരുടെ പേരിലേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ, വൈജയുടെ പേരിലേക്കൊന്നല്ല, പിന്നെ ആരുടെ പേരിലേക്കാ? അത് അത് പറ ശിവേട്ട, ആരുടെ പേരിലേക്ക് എഴുതി വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അത് അലീനയുടെ പേരിലേക്കാണെന്ന് പറയുമ്പോൾ കമല ഞെട്ടുന്നുണ്ട്. ഓ, അലീനയുടെ പേരിലേക്കോ? അലീനയുടെ പേരിലേക്ക് എന്തിനാ എഴുതി വെച്ചത്? ഒരു അനാഥ വേലക്കാരിയുടെ പേരിലേക്കാണോ ഈ അച്ഛന്റെ സ്വത്ത് മുഴുവൻ എഴുതി വെച്ചത്? ഓ, അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, ഇനി ചിലപ്പോൾ അത് അച്ഛന്റെ മകളായിരിക്കും, വേറെ വല്ല അവിഹിതത്തിലോ ഉണ്ടായതായിരിക്കും, വയസ്സാങ്കാലത്ത് അയാളുടെ ഒരു കഴപ്പേന്നൊക്കെ പറയുന്നുണ്ട്. നീ വേണ്ടാതീനൊന്നും പറയില്ല കമല, അങ്ങനെയൊന്നല്ല, അച്ഛൻ അർഹതപ്പെട്ടവരുടെ പേരിലേക്ക് തന്നെയാണ് എഴുതി വെച്ചതെന്ന് പറയുന്നുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞ ശരി തന്നെയല്ലേ, അത് അച്ഛന്റെ മകൾ തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കമലയുടെ വർത്താനം കേട്ടിട്ട് ശിവശങ്കരനും ദേഷ്യം വരുന്നുണ്ട്. ഓ, അങ്ങനെ അതിന്റെ ശേഷം കമലയ്ക്കും ചെറിയ സംശയമൊക്കെ ഉണ്ട് കേട്ടോ. ആ ബാലചന്ദ്രൻ എന്തൊക്കെയോ വന്ന് പറഞ്ഞിരുന്നു, അതും ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ ശരിക്കും ആരാണ്? ശരിക്കും അവൾ വേലക്കാരിയല്ലേ, അനാഥയല്ലേ, അവൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓ, നീ ഒന്ന് അടങ്ങ്, ഇതൊക്കെ നീ സമാധാനത്തിൽ കേൾക്കേണ്ട കാര്യമാണ്. അതിനെങ്ങനെ നിന്റെ മനസ്സിലൊന്നും നിൽക്കില്ലല്ലോ, ഒരു രഹസ്യങ്ങളും നിനക്ക് നിൽക്കില്ല, എല്ലാം നിനക്ക് നാലാളെ അറിയിച്ചിട്ട് വേണം നീ മനസ്സിലാക്കാൻ. ഇതൊക്കെ നീ സമാധാനത്തിലാണ് കേൾക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ശിവശങ്കർ
ഇവളോട് പറയുന്നുണ്ട്, കമലയോട് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെയും പറയുന്നുണ്ട്, നീ എങ്ങാനോ ഇത് പുറത്തെങ്ങാനോ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ശിവശങ്കറിന് മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് നിനക്ക് അറിയാലോ. അച്ഛൻ ഈ സ്വത്തൊക്കെ എഴുതി വെച്ചത് ആരുടെ പേരിലേക്കാ? അലീനയുടെ പേരിലേക്ക്. അലീന ആരാണെന്ന് നിനക്കറിയാമോ? വൈജയുടെ മകളാ. വൈജയുടെ മകളോ? കമല ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതെ, വൈജയുടെ മകള്. വൈജയ്ക്ക് കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഉണ്ടായ മകളാണ് അലീന. അവൾക്ക് ആഗ്രയിൽ വെച്ച് സ്റ്റാലിൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. അങ്ങനെ അതിൽ അവൾ പ്രഗ്നൻ്റ് ആവുകയാണ് ഉണ്ടായത്. ഇടയ്ക്ക് വെച്ച് അവളുടെ പ്രസവത്തിനോടനുബന്ധിച്ച് ആ ഒരു സമയമായപ്പോൾ സ്റ്റാലിന് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു അപകടമുണ്ടായി. പക്ഷേ വൈജയ്ക്ക് ഇതൊന്നും അറിയില്ല. അവൾ വിചാരിച്ചത് അവളെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആക്കി അവൻ രക്ഷപ്പെട്ടു പോയി, അവളെ ചതിച്ചു എന്നാണ് വിചാരിച്ചത്. അങ്ങനെ വൈജ പ്രസവിച്ചപ്പോൾ ഡോക്ടർമാരടക്കം ഒരുപാട് പേര് കള്ളം പറഞ്ഞു ആ കുട്ടി മരിച്ചു പോയെന്ന്. കുഞ്ഞിരാമനങ്കിളും അച്ഛനും കൂടിയാണ് അവളെ ഓർഫനേജിൽ എത്തിച്ചത്. ഇപ്പോഴും വൈജയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ആ കുട്ടി മരിച്ചു എന്നാണ് വൈജ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് കമല പറയുന്നുണ്ട്, അയ്യോ എനിക്ക് തല കറങ്ങുന്നു. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ വൈജ ബാലചന്ദ്രനെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നത്? എങ്ങനെ ജീവിക്കുന്നു എന്നാണ് നീ പറയുന്നത്? അവർ തമ്മിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്, അല്ലാതെ ജീവിക്കുന്നു എന്ന് നീ പറയരുത്. അവർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചിട്ട് എത്ര മാസങ്ങളായെന്ന് നിനക്കറിയില്ലേ? അവർക്കിടയിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? വൈജയോട് എന്തുകൊണ്ടായിരിക്കും ബാലചന്ദ്രന് ഇത്രയും ദേഷ്യം വരാൻ കാരണം എന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രന് അറിയാം. ബാലചന്ദ്രനാണ് പിന്നീട് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ കമലയ്ക്ക് കൂടുതൽ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ എങ്ങനെയൊക്കെയോ ഈ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്. അങ്ങനെ ഞാൻ അലീനയെ കൊല്ലാൻ വേണ്ടി ഏർപ്പാടാക്കിയ ആ ഒരു ദിവസമാണ് ബാലചന്ദ്രൻ ഞങ്ങളോട് ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ അലീനയെ കണ്ട് ഞാൻ മാപ്പ് പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു ചെയ്തത്. ഒന്നില്ലെങ്കിലും അവൾ ഞങ്ങളുടെ പെങ്ങളുടെ മകളല്ലേ, അങ്ങനെയാണ് അവളെ ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു കാര്യം നീ ഒരു ഈച്ചയെ പോലും അറിയിക്കരുത്, ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ കമലയുടെ അടുത്ത് ഇങ്ങനെ ശിവശങ്കർ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സത്യം തന്നെയായിരുന്നു വൈജയുടെ മകളാണ് അലീന എന്നുള്ളത്. എന്തായാലും വൈജയുടെ ജീവിതത്തിലും അലീനയുടെ ജീവിതത്തിലും സ്റ്റാലിൻ്റെ ജീവിതത്തിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണിത്. എന്തായാലും കഥയിൽ ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള ട്വിസ്റ്റുകൾക്കും റിവ്യൂസിനുമായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. ബൈ.